പങ്കെടുക്കുന്നത്. ശ്രീ എം എസ് വേണുഗോപാൽ അന്ന് ഇക്കാര്യം ചർച്ച ചെയ്തതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സർക്കുലർ വന്നപ്പോൾ അവിടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ ഭാഗവും ആലപിക്കണം എന്ന നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അത് ഏതൊക്കെ ചടങ്ങുകളിൽ വേണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. പക്ഷേ ഇത് നിർബന്ധിക്കൽ ആയിരുന്നില്ല അന്ന്. പക്ഷേ അന്ന് തന്നെ കരുതിയതാണ് നിയമത്തിൻ്റെ പരിരക്ഷ വന്ദേ മാതരത്തിന് നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന് തുല്യമായ ഒരു പദവിക്കുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന്. ഇതിപ്പോൾ അങ്ങനെ തന്നെയായി കാര്യങ്ങൾ വന്നിരിക്കുകയാണല്ലോ. പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് എത്രമാത്രം ഇവിടെ കേന്ദ്രം മുഖവിലേക്കെടുക്കാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ട്? അത് പ്രധാനമായും വന്ദേ മാതരം ഒരു ദേശഭക്തി ഗാനമാണ് അല്ലെങ്കിൽ ദേശീയ ഗീതമാണ് എന്നുള്ളത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണ്. ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി നോവലിൽ അനന്തമഠിൽ ഇത് ഉൾപ്പെടുത്തിയപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് ഇത് ദേശീയ ഗീതമാകുമെന്നോ മറ്റു കാര്യങ്ങളൊന്നും ആർക്കും ഒരു ധാരണയുമില്ലായിരുന്നു. പക്ഷേ ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1880-കൾക്ക് ശേഷം പലയിടത്തും ചൊല്ലുകയുണ്ടായി. അത് ജനങ്ങളെ ആവേശം കൊള്ളിച്ചു, പ്രത്യേകിച്ച് ബംഗാളിൽ. ഇത് ഏറ്റവും കൂടുതൽ വ്യക്തമായത് ബംഗാൾ വിഭജന സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഈ വിഭജനത്തെ എതിർത്തുകൊണ്ട് ഈ സ്ലോഗൻ ചൊല്ലിയിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന മൂവ്മെൻറ്റിലും ഇത് ചൊല്ലിയിരുന്നു. അവസാനം 1911 ഈ ബംഗാളിനെ വിഭജിച്ച ആ സാഹചര്യത്തിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് പുറകോട്ട് പോയി ബംഗാളിനെ വീണ്ടും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടും വന്നു. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വന്ദേ മാതരം ചൊല്ലുമ്പോൾ അതിൻ്റെ ആവേശത്തിൽ നിന്നും ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏതെങ്കിലും ഗീതം ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളെയും ഇത്രയും പുളകം കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം അങ്ങനെ ആയിരുന്നില്ലല്ലോ. അത് ഒരു വിഭാഗം, അതായത് പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് അത് ആലപിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില ഖണ്ഡികളുണ്ട്. അവിടെ ഹൈന്ദവ ബിംബങ്ങളാണ് കടന്നു വന്നിരുന്നത്. ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആദ്യ 2 ഖണ്ഡിക മാത്രം വന്ദേ മാതരത്തിന്റെ ഭാഗമായി ആലപിക്കണം എന്നുള്ള തീരുമാനവും വന്നതാണ്. പക്ഷേ ഇത് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ് മുഴുവൻ ഖണ്ഡികകളും ആലപിക്കേണ്ടി വരുമെന്ന്. അതിനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗമായിട്ട് 1911 അവർ ഇത് യൂണിറ്റിയുടെ ഒരു സോങ് ആണ് എന്നുള്ളത് കൊണ്ട് അത് ആദ്യം ബ്രിട്ടീഷുകാരാണ് നിരോധിച്ചത്. ബ്രിട്ടീഷുകാർ ഇത് നിരോധിച്ചത് ഇത് പാടിക്കൊണ്ട് നടന്നാൽ അമിതമായ ദേശഭക്തി എല്ലാവരിലും ഉണരുന്നു എന്നതുകൊണ്ട് ഇത് നിരോധിക്കുകയാണ് ചെയ്തത്. അന്ന് വലിയ ബഹളമുണ്ടായി. പിന്നീട് ഇതേ പ്രശ്നം കോൺഗ്രസ് കമ്മിറ്റിയിൽ 1937 വന്നപ്പോഴും അവിടെയും തർക്കം വന്നു. ജിന്ന ഇത് വളരെ ശക്തമായി എതിർത്തു. ഇതിൽ 3 മുതൽ 6 വരെയുള്ള സ്റ്റാൻസാൽ പ്രത്യേകിച്ച് 4, 5 വരുന്നതിൽ ഹിന്ദു ഐഡൽസിൻ്റെ പരാമർശമുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് സമയം മുതൽ, അതായത് 1911 മുതൽ ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തതാണ് ഈ ഇന്ത്യയുടെ യൂണിറ്റി, ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചു ചേർന്നാൽ ഇന്ത്യയുടെ യൂണിറ്റി ശക്തമാകും. അതുകൊണ്ടാണ് 2ആയി വിഭജിച്ച ബംഗാളിനെ 1911 അവർക്ക് വീണ്ടും യോജിപ്പിക്കേണ്ടി വന്നത്. ആ സംഭവം ഇനിയും തുടർന്നാൽ തങ്ങളുടെ കളി പൂർണ്ണമായും നടക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇതിനെതിരെ ജിന്നയെ ആദ്യം തിരിച്ചു. അവസാനം അന്നത്തെ ലീഗ് പൂർണ്ണമായിട്ടും ഇതിനെ എതിർത്തു. അപ്പോഴാണ് ഇതൊരു ചർച്ചയായിട്ട് 1937 കോൺഗ്രസ് കമ്മിറ്റിയിൽ വരികയും വർക്കിംഗ് കമ്മിറ്റിയിൽ വരികയും ആ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായി ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ളവർ ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കുകയും ഈ ചർച്ചയിൽ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് ഇത് പൂർണ്ണമായും എടുത്തു കളഞ്ഞാൽ നമുക്ക്, അപ്പോൾ ഗാന്ധി പറഞ്ഞു നമുക്കിത് ഒരു പ്രാക്ടിക്കൽ മാറ്റർ എന്നുള്ള നിലയ്ക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രമാക്കി ബാക്കി നിർദ്ദേശിക്കാൻ ആദ്യത്തെ 2 സ്റ്റാൻസ് കഴിച്ച് ബാക്കിയുള്ളത് വേണ്ടെന്ന് വയ്ക്കാമെന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു ഏതാണ്ട് അത് പൂർണ്ണമായും നിർത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഗാന്ധിജി പറഞ്ഞതനുസരിച്ച് 2 സ്റ്റാൻസ് അങ്ങനെ നിർത്താം. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് അതങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും അവസാനം തീരുമാനിച്ച ഈ 2 സ്റ്റാൻസ് നിലനിർത്തിക്കൊണ്ട് ബാക്കി നമുക്ക് കോൺഗ്രസിൽ ചൊല്ലേണ്ട കാര്യം ഇതുവരെ അങ്ങനെ തന്നെയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്, ആലപിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് പിന്നീട് കോൺഗ്രസിന്റെ ഭരണമാണ് ഇവിടെ. ശരിയാണ്. BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇപ്പോൾ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നു മുഴുവൻ ഭാഗങ്ങളും ആലപിക്കണമെന്ന്. ഇപ്പോൾ ബില്ലും വരികയാണ്. ശ്രീ മുഹമ്മദ്
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.